വയനാട്ടിലെ എരുമക്കൊല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ കാട്ടാനയെ മയക്കുവെടിവെക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഇന്ന് ചേർന്ന യോഗത്തിൽ DFO ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. മൃതദേഹം സംസ്കരിക്കുന്നതിന് മുൻപ് ഉത്തരവിറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. അതേസമയം ആക്രമണത്തിൽ മരിച്ച അറുമുഖന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് ഉച്ചയോടെ പൂർത്തിയാവും. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അഞ്ജലി, ഇന്ന് രാവിലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. ശേഷം അതേസമയം തന്നെ ഏകദേശം 11 മണിയോടെ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗവുമുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഇന്നലെ രാത്രിയാണ് ഏറ്റവും ദാരുണമായ സംഭവം നടന്നത്. വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ സാധനങ്ങളുമായി പോയ തിരുമക്കൊല്ലി പൂളക്കുന്ന് സ്വദേശി അറുമുഖൻ കാട്ടാനയുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. വളരെ ഗുരുതരമായി അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നാട്ടുകാരുടെ വലിയ പ്രതിഷേധവും നമ്മൾ കണ്ടു. അതിന് പ്രധാന കാരണം മേപ്പാടിയിൽ 2 മാസത്തിന്റെ രണ്ടാമത്തെ കാട്ടാനാക്രമണത്തിലാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സമയത്ത് തന്നെ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് സ്വീകരിച്ചില്ല എന്ന് ആരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. തുടർന്നാണ് ഈ ഒരു ചർച്ച നടത്തി കാട്ടാനെ മയക്കുവെടി വെക്കണമെന്ന ഒരു ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചത്. എന്നാൽ DFO ആ ഒരു ഉറപ്പ് നൽകാൻ തയ്യാറായില്ല. പകരം ഇന്ന് രാവിലെ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്നൊരു ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് മൃതദേഹം അടക്കം പ്രദേശത്ത് നിന്ന് മാറ്റാനുള്ള അനുമതി നാട്ടുകാർ കൊടുത്തത്. നിലവിൽ ഇന്ന് രാവിലെ 10 മണിയോടെ ഈ അറുമുഖന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നടക്കും. അതേസമയം ഏകദേശം 11 മണിയോടെ കളക്ടർ അധ്യക്ഷതയിൽ യോഗം ചേരും. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിക്കുന്ന സമയത്ത് തന്നെ യോഗം അവസാനിക്കുമെന്നാണ് മനസ്സിലാകുന്നതെങ്കിൽ ആ തീരുമാനം നാട്ടുകാരെ അറിയിച്ച ശേഷം ഒരുപക്ഷെ ഈ ഒരു സംസ്കാര നടപടികളിലേക്ക് അടക്കം പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാട്ടാനെ മയക്കുവെടിവെക്കുന്ന നടപടികൾ നിലവിൽ അവിടെ പ്രായോഗികമല്ല. കാരണം ഈ തേയിലത്തോട്ടമായിരുന്നാൽ തന്നെ വലിയ കുന്നിൻ ചെരുവുകളാണ്. അവിടെ പോയി മയക്കുവെടിവെക്കുകയോ അല്ലെങ്കിൽ കുങ്കിയാനകൾ ഉപയോഗിച്ച് കാട്ടാനെ പിടികൂടിയ പ്രായോഗികമല്ല. അതിന് പ്രധാന കാരണം ഈ വലിയ ചെരിവുള്ള മേഖലയാണ്, അല്ലെങ്കിൽ കുന്നിൻ മേഖലയാണ്. അവിടെ ഇത്തരത്തിൽ ഒരു നടപടികൾ വനംവകുപ്പിനും തയ്യാറല്ല. അതേസമയം ഇങ്ങനെ വനംവകുപ്പ് ഉറപ്പ് നൽകാൻ സാധ്യതയുള്ളത് കൂടുതൽ RRT സംഘത്തെ അടക്കം ഇറക്കി കാട്ടാനെ തുരത്താനുള്ള നടപടികൾ ഉറപ്പ് നൽകാനും കൂടുതൽ ഫെൻസിംഗ് അടക്കമുള്ള നടപടികൾ ഉറപ്പാക്കാനും ഒരു ഉറപ്പ് നൽകാൻ ഇന്നത്തെ യോഗത്തിൽ ധാരണയാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നാട്ടുകാർ ഈ ഉറപ്പിനോട് ഇത്തരത്തിലുള്ള ഒരു ഉറപ്പിനോട് യോജിക്കുമെന്ന് അറിയില്ല. കാരണം അവരുടെ പ്രധാന ആവശ്യം ഈ കാട്ടാനെ മയക്കുവെടിവെക്കണം എന്ന് തന്നെയാണ്. എന്തായാലും ഏകദേശം 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികളും 11 മണിയോടെ ഈ യോഗവും ആരംഭിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ നമുക്കും കാണാനാവുക. അഞ്ജലി.